ഉണ്ണിമുകുന്ദന്റെ മാർക്ക് എന്ന സിനിമയ്ക്ക് എല്ലാ സ്ഥലത്തു നിന്നും ഒരുപോലെ പോസിറ്റീവ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ കേരള ബോക്സ് ഓഫീസിന്റെ നെഞ്ചത്ത് മാത്രമല്ല, ഈ സിനിമ ഈ വർഷത്തെ ഏറ്റവും വലിയ ബോംബ് സിനിമയാവും എന്ന് പറഞ്ഞു നടന്ന എല്ലാവരുടെയും നെഞ്ചത്ത് കൂടിയാണ് ആണി തറച്ചിട്ടുള്ളത്. ഇത്രയും വലിയ വിജയത്തിലേക്ക് ഈ സിനിമ പോകുമെന്ന് ഉണ്ണിമുകുന്ദന്റെ ഏറ്റേഴ്സ് പോലും വിചാരിച്ചു കാണില്ല. കാരണം അത്ര വലിയൊരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. റിലീസ് ആവുന്നതിന് മുന്നേ പ്രീ റിലീസ് ബുക്കിങ്ങിലൂടെ തന്നെ സിനിമ 2 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത്. ഈ സിനിമ ആ ദിവസം എത്ര കോടി നേടി എന്നുള്ളത് അറിയാൻ വേണ്ടി ആളുകൾ ഒരുപാട് കാത്തിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ ആയിരുന്നു ഈ ഒരു സിനിമ എന്ന് വേണം പറയാൻ. കാരണം ആദ്യ ദിവസം ഈ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 4,20,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അഡീഷണൽ ഷോസ് അതുപോലെ തന്നെ ഒരുപാട് ഹൗസ്ഫുൾ ഷോസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് കളക്ഷൻ കൂടും. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സകല സോഷ്യൽ മീഡിയയിലും സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലായിടത്തും ഒരുപോലെ. അപ്പൊ സ്വാഭാവികമായിട്ടും സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ടിക്കറ്റ് എടുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ വരുമ്പോൾ ഈ സിനിമയ്ക്ക് ആ ദിവസം കിട്ടിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടാൻ പോകുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയിരിക്കും. ഈ 2 ദിവസങ്ങളിലും ഗംഭീര കളക്ഷൻ ആയിരിക്കും സിനിമയ്ക്ക് കിട്ടുക എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും വലിയ വിജയ ചിത്രമായിട്ട് ഈ സിനിമ മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയമില്ല. ഉണ്ണിമുകുന്ദന്റെ ആക്ഷനും അതുപോലെ തന്നെ ഈ സിനിമ സംവിധാനം ചെയ്ത ഹനീഫ് അദേനിയും ഈ സിനിമ നിർമ്മിച്ച നിർമ്മാതാവും വേറെ ലെവലാണ്. കാരണം നമ്മൾ ഇന്ന് വരെ കാണാത്ത അത്രയും വലിയ കൊടൂര വയലൻസ് ആണ് സിനിമയിൽ കുത്തി നിറച്ചിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വയലൻസ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മാർക്കോ പറയേണ്ടി വരും. അത്രയും വലിയ സിനിമയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇതിനേക്കാൾ വലിയൊരു വയലൻസ് ഇനി നമുക്ക് കാണാൻ പറ്റിയൊന്നുമില്ല. കാരണം ഇതിനേക്കാൾ വലിയതിനെ എന്ത് കാണിക്കാൻ ആ സിനിമയിൽ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലുള്ള വയലൻസ് ആണ് ഈ സിനിമയിൽ നമുക്ക് കാണിച്ചിരുന്നത്. മനക്കെട്ടിയുള്ളവർ മാത്രം സിനിമ കണ്ടാൽ മതി, അത്രയും വലിയ ഹെവി വയലൻസ് ആണ് സിനിമയിലുള്ളത്. അപ്പൊ ഏതായാലും സിനിമയുടെ വരും ദിവസത്തെ കളക്ഷൻ നമുക്ക് നോക്കാവുന്നതാണ്.